أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. വൈദ് അഖദ്ന മീസാഖക്കും വൈദ് അഖദ്ന നാം പിടിച്ച സന്ദർഭവും ഓർക്കുക. മീസാഖക്കും നിങ്ങളോടുള്ള കരാറിനെ, നിങ്ങളുടെ കരാർ ഉറപ്പ് നാം വാങ്ങുകയും അതുപോലെ തന്നെ വറഫഅന ഫൗഖക്കും നാം നിങ്ങൾക്ക് മുകളിൽ ഉയർത്തി തൂറ് പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്തു. ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക. അപ്പോൾ വൈദ് അഖദ്ന മീസാഖക്കും നിങ്ങളോടുള്ള മീസാക്കിനെ നാം വാങ്ങി, കരാറിനെ വാങ്ങി. എന്താണ് കരാർ എന്ന് പറയും. വറഫഅന ഫൗഖക്കും തൂറ് പർവ്വതത്തെ നിങ്ങൾക്ക് മുകളിൽ നാം ഉയർത്തുകയും ചെയ്തു. ആ സന്ദർഭം ഓർക്കുക. ഖുദു നാം നിങ്ങളോട് പറഞ്ഞു, ഖുദു മാ ആതൈനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ സ്വീകരിക്കുക, പിടിക്കുക. ബിഖുവത്തിൻ ബലത്തോടെ പിടിക്കുക, ശക്തിയായി പിടിക്കുക, സ്വീകരിച്ചു കൊള്ളുക. വദ്കുറു മാഫീഹി അതിലുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക. എന്നാൽ ലഅല്ലക്കും തത്തഖൂന നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്ന് നാം പറഞ്ഞു. സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക അതിനുശേഷം നിങ്ങൾ വീണ്ടും പിന്തിരിഞ്ഞു. പിന്നീട് അതിനുശേഷം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലകുൻതും മിനൽ ഖാസിരീൻ അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പരാജിതരിൽ പെട്ടവർ തന്നെയാകുമായിരുന്നു. അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടവരാവുക തന്നെ ചെയ്യുമായിരുന്നു എന്ന്. അപ്പോൾ നമുക്കതിൻ്റെ വ്യാഖ്യാനം ജലാലൈനി പറഞ്ഞു നോക്കാം. വദ്കുർ നബി അങ്ങ് ഓർക്കുക. ഇത് അഖദ്ന നാം പിടിച്ച സന്ദർഭം, മീസാഖക്കും നിങ്ങളോടുള്ള കരാർ, അതായത് അഹ്ദക്കും നിങ്ങളോടുള്ള കരാർ, ബിൽ അമലി ബിമാഫി തൗറാത്ത് എന്തുകൊണ്ടാണ്, തൗറാത്തിലുള്ളത് കൊണ്ട് അമൽ ചെയ്യണമെന്ന്, തൗറാത്തിലുള്ളത് കൊണ്ട് അമൽ ചെയ്യണമെന്ന് നിങ്ങളോട് നാം കരാർ പിടിച്ച സന്ദർഭവും നിങ്ങൾ ഓർക്കുക. വഖദ് റഫഅന ഏത് സ്ഥിതിയിലാണ്, നിങ്ങൾക്ക് മുകളിൽ നാം ഉയർത്തിയിട്ടുണ്ട് തൂറ് പർവ്വതത്തെ. അവിടെ ഹാലായിട്ട് അല്ലേ, നിങ്ങൾക്ക് മുകളിൽ നാം അയിൽ ജബല പർവ്വതമാണ് ഉദ്ദേശം കേട്ടോ, തൂർ പർവ്വതമാണ് ഉദ്ദേശം. ഇഖ്തലഅനാഹു നാം അതിനെ വേരോടെ പിഴുതെടുത്തു, മിൻ അസ്ലിഹീന്ന് അതിൻ്റെ അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങളെ നാം എന്ത് ചെയ്തു, അതിനെ നാം ഉയർത്തി. എപ്പോഴാണ്, ലമ്മ അബൈത്തും കബൂലഹ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ, തൗറാത്ത് സ്വീകരിക്കാൻ നിങ്ങൾ വിലങ്ങിയപ്പോൾ. വഖുൽന നാം പറയുകയും ചെയ്തു, ഖുദൂ നിങ്ങൾ പിടിക്കുക, മാ തൈനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ സ്വീകരിക്കുക, ബിഖുവത്തിൻ ബിജിദ്ദിൻ വജ്തിഹാദിൻ അധ്വാനത്തോടെ ശക്തിയോടെ നിങ്ങൾ പിടിക്കുക. വദ്കുറു മാ ഫീഹി അതിലുള്ളതിനെ നിങ്ങൾ ഓർക്കുക, ബിൽ അമലി ബി അതുകൊണ്ട് അമൽ ചെയ്യൽ കൊണ്ട് അതിലുള്ളതിനെ നിങ്ങൾ ഓർക്കുക. ലഅല്ലക്കും തത്തഖൂന നിങ്ങൾ എന്താണ്, അന്നാറ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി, ഔൽ മആസിൽ തെറ്റിനെ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക പിന്നെ അതിനുശേഷം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. സുമ്മ തവല്ലൈത്തും നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തു കണ്ട, സുമ്മ തവല്ലൈത്തും അഅറദും തിരിഞ്ഞു കളഞ്ഞു. മിൻ ബഅദി ദാലിക മീസാഖിന് ത്വാഅത്തി മീസാഖിന് ശേഷം എന്തിനെ തൊട്ട്, അനി ത്വാഅത്തി
വഴിപ്പെടലിനെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. ഫലൗല ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തു, അല്ലാഹുവിൻ്റെ ഔദാര്യവും ഫളുല് വറഹ്മത്ത് അവൻ്റെ കാരുണ്യവും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ലൗക്കും നിങ്ങൾക്ക് ഈ തൗബത്തി തൗബ ചെയ്യൽ കൊണ്ടിട്ട് അള്ളാഹു തൗബ സ്വീകരിക്കൽ കൊണ്ട്, ഔ തഅഖീരിൽ അദാബി അല്ലെങ്കിൽ ശിക്ഷയെ പിന്തിപ്പിക്കൽ കൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ദയയും അനുഗ്രഹവും ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ലകുന്തും മിനൽ ഖാസിരീൻ അൽ ഹാലിക്കീന, നിങ്ങൾ നശിച്ചവരാകുമായിരുന്നു, നിങ്ങൾ നശിച്ച വിഭാഗമാകുമായിരുന്നു, നഷ്ടക്കാരിൽ പെടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇബ്നു കസീർ നോക്കാം നമുക്ക്. അവിടെ യഖൂൽ താല അള്ളാഹ് പറയണം, മുദക്കിറൻ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിലെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹ് പറയാണ്, മാ അഖദ അലൈഹിം, അവരുടെ മേൽ, മിനൽ ഉഹൂദി, അവരുടെ മേൽ അള്ളാഹു എടുത്ത ഒന്നിനെ ഓർമ്മിപ്പിക്കണം എന്ന കരാറിനാൽ, വൽ മവാസിക്ക് ഉറപ്പിനാലും, ബിൽ ഈമാൻ ബിഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, അവനെ കൊണ്ട് മാത്രം, ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല, അതുപോലെ തന്നെ വത്തിബായി റുസുലി, അവൻ്റെ റുസുലുകളെ പിൻപറ്റണം എന്നതിനാലും, അഖ്ബറത്താൽ അള്ളാഹ് ഖബർ അറിയിച്ചു, പറഞ്ഞു വരികയാണ്, അന്നഹു ലമ്മ അഖദ അലൈഹിമുൽ മീസാഖ, അവരുടെ മേൽ അള്ളാഹു മീസാക്കിനെ സ്വീകരിച്ചപ്പോൾ, റഫാൽ ജബൽ അല റൂസിം, അവരുടെ തലക്ക് മുകളിൽ അള്ളാഹു പർവ്വതത്തെ ഉയർത്തി. എന്തിനു വേണ്ടി? അലിയുഖിറു ബിമാ ഊഹിദു അലൈഹി, അവരോട് കരാർ ചെയ്യപ്പെട്ട ഒന്നുകൊണ്ട് അവർ എന്താണ് സമ്മതിക്കാൻ വേണ്ടി. വയഖുദൂഹു ബി ഖുവ്വത്തിൻ, അവർ അതിനെ ശക്തിയായിട്ട് സ്വീകരിക്കാൻ വേണ്ടി. വ ഹസ്മിൻ വ ഹിമ്മത്തിൻ, ഹിമ്മത്തോടുകൂടെയും ഹസ്മോടുകൂടെയും ശക്തിയോടുകൂടി അവരതിനെ സ്വീകരിക്കാൻ വേണ്ടി. ഇംതിസാലോടുകൂടി, അത് വഴിപ്പെട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കമാ കാലത്താൽ അള്ളാഹ് പറഞ്ഞില്ലേ, ആറാഫിലൂടെ അള്ളാഹ് പറഞ്ഞു, എന്താ പറഞ്ഞത്? വൈദിനത്തഖനൽ ജബല ഫൗഖഹും, അവരുടെ മുകളിൽ നാം പർവ്വതത്തെ നാം എന്ത് ചെയ്തു? നാട്ടി. ഏത് കാന്നഹു ലുല്ലത്ത് പോലെയാണ്, അതൊരു കൂടാരം പോലെ അല്ലെങ്കിൽ മേലാപ്പ് പോലെ അവർക്ക് മുകളിൽ നാം നിർത്തി. വളന്നു അന്നഹു വാക്കും ബിഹി, അവർ ഭാവിച്ചു അത് അവരുടെ മേൽ വീഴുമെന്ന്. ഖുദു, അത് നാം പറഞ്ഞു, മാ തൈനാക്കും ബി ഖുവാന്ന്, നാം നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ ശക്തിയായി പിടിക്കുക. വദ്കുറു മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ, ആറാഫിൽ ഇങ്ങനത്തെ ഇതേ ആശയമുള്ള ആയത്തുണ്ട്. നിങ്ങൾ അതിലുള്ളതിനെ നിങ്ങൾ ഓർക്കുക, അമൽ ചെയ്തുകൊണ്ട്, ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ ശിക്ഷയെ സൂക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ തൂർ എന്ന് പറഞ്ഞാൽ ഹുവൽ ജബൽ, അത് പർവ്വതമാണ്. കമാ ഫസറഹു ബി ആയത്തിൽ അറാഫി, അറാഫിൻ്റെ ആയത്ത് കൊണ്ട് അള്ളാഹു അതിൻ്റെ തഫ്സീർ പറഞ്ഞല്ലോ. വൈദിനത്തഖനൽ ജബല എന്നല്ലേ, പർവ്വതത്തെ നാം എന്ത് ചെയ്തു? പറിച്ചെടുത്ത് അവരുടെ മുകളിൽ നിന്ന് വേരോടെ പിഴുതു മുകളിലാക്കി. വനസ്സലാലിക ഇബ്നു അബ്ബാസ്, ഇത് വ്യക്തമാക്കിയിട്ട് ഇബ്നു അബ്ബാസ് വ്യക്തമാക്കി, മുജാഹിദും അത്താവും ഇക്രിമയും ഹസനും ലഹാഖും റബീബിനും അനസും വൈറു വാഹിദിൻ, മറ്റുള്ളവരും. വഹാദ ലാഹിർ, ഇതാണ് ലാഹിർ. അപ്പോൾ പർവ്വതമാണ് ഉദ്ദേശം അല്ലേ, പർവ്വതമാണ് ഉദ്ദേശം. വഫീ റിവായത്തിൻ അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിനെ തൊട്ട് റിവായത്തിലുണ്ട്, അത്തൂറു മാമ്പത്ത മിനൽ ജിബാലി വമാലം യംബിത്ത് വലൈസ ബിതൂരിൻ, തൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പർവ്വതങ്ങളിൽ നിന്ന് മുളപ്പിക്കുന്ന സസ്യങ്ങൾ മുളപ്പിക്കുന്ന ഒരു പർവ്വതമാണ് തൂർ. അങ്ങനെ മുളപ്പിക്കാത്തതിനെ പറ്റി തൂർ എന്ന് പറയൂല. ഒമാലം യുംബിത്ത്. ഇനി വഫി അൽ ഹദീസി അൽ ഫുത്തൂനിൻ്റെ ഹദീസിലുണ്ട്, ഫിത്തിനകളെ പറ്റി പറയുന്ന ഹദീസിലുണ്ട്, അനിബിൻ അബ്ബാസിനെ തൊട്ട് അന്നഹു ലമ്മം തനഉ അനി തഅതി റഫഅലഹിമുൽ ജബല യസ്മഉ ഫസജദു, ഇബ്നു അബ്ബാസിനെ തൊട്ട് അന്നഹും, അവർ ലമ്മം തന, അവർ വിലങ്ങിയപ്പോൾ, അനി തഅതി, അവർ അനുസരിക്കാൻ വിലങ്ങിയപ്പോൾ, യഹൂദികൾ അനുസരിക്കാൻ വിലങ്ങിയപ്പോൾ, റഫഅലഹിമുൽ ജബല, അള്ളാഹ് അവരുടെ മേൽ പർവ്വതത്തെ ഉയർത്തി, ലിയസ്മഉ, അവർക്ക് അനുസരിക്കാൻ വേണ്ടി, ഫസജദു, അപ്പോൾ അവർ സുജൂദ് ചെയ്തു. വഖാല, സുദ്ദി പറയാണ്, ഫലമ്മ അബൗ അൻ യസ്ജുദു, അവർ സുജൂദ് ചെയ്യാൻ വിലങ്ങിയപ്പോൾ, അമർ അല്ലാഹുൽ ജബല, പർവ്വതത്തോട് അള്ളാഹ് കൽപ്പിച്ചു, അൻ യഖാല, അവരുടെ മേൽ സംഭവിക്കാൻ, ഫനളറു ഇലൈഹി, അപ്പോൾ അവർ അതിലേക്ക് നോക്കി, വഖദ് ഖശിയഹും, അവർ അത് പൊതിഞ്ഞിരിക്കുന്നു, പർവ്വതം അവരെ പൊതിഞ്ഞിരിക്കുന്നു, ഫസഖതു സുജ്ജദാ, അപ്പോൾ അവർ സുജൂദിലായിട്ട് വീണു. അങ്ങനെ സുജൂദ് ചെയ്തു, അലാ ഷിഖിൻ, ഒരു ഭാഗത്തിൻ്റെ മേലാണ്,
ഒരു ഭാഗത്തിൻ്റെ മേൽ സുജൂദ് ചെയ്തിട്ട് വനളറു ബി ഷിഖിൽ ആഖിരി മറ്റേ ഭാഗം കൊണ്ട് നോക്കിയെന്നാ. അപ്പോൾ അവരുടെ സുജൂദ്, യഹൂദികളുടെ സുജൂദ് അങ്ങനെയാണെന്ന് പറഞ്ഞു. അവരുടെ സുജൂദ് മുകളിലോട്ട് നോക്കി നിൽക്കുന്ന രൂപത്തിലാണ്, ഒരു ഭാഗം കൊണ്ടാണ് സുജൂദ് ചെയ്യുക. അപ്പോൾ ഫറഹിമഹുമുല്ലാഹു ഫകശഫ അൻഹും, അപ്പോൾ അള്ളാഹു അവർക്ക് കരുണ ചെയ്തു, അവരെ തൊട്ട് അതിനെ മാറ്റിക്കളഞ്ഞു, ആ ശിക്ഷയെ അള്ളാഹ് മാറ്റിക്കളഞ്ഞു. അതായത് പർവ്വതത്തെ അവരുടെ മേൽ അള്ളാഹ് ഇട്ട് നശിപ്പിച്ചില്ല. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി മാ സജദത്തുൻ അഹബ്ബ ഇലല്ലാഹി മിൻ സജദത്തിൻ, അള്ളാഹിനെ തന്നെ സത്യം, ഒരു സജദയുമില്ല, ഒരു സുജൂദുമില്ല, അഹബ്ബായ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂദുമില്ല, മിൻ സജദത്തിൻ ഈ സുജൂദിനേക്കാൾ, സജദ സുജൂദ് കശഫ ബിഹൽ അദാബ് അൻഹും, ഏത് സുജൂദാണ്, മിൻ സജദത്തിൻ ആ സുജൂദ് കൊണ്ടാണ് അള്ളാഹു താല ശിക്ഷയെ എന്താണ് മാറ്റിക്കളഞ്ഞത്. ആ സുജൂദിനേക്കാൾ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട മറ്റു ഒരു സുജൂദുമില്ല. അപ്പോൾ ഫഹും യസ്ജുദൂന കദാലിക, അപ്പോൾ അവരെന്ത് ചെയ്യും, അങ്ങനെയാണ് സുജൂദ്, അവരുടെ സുജൂദ് ഇങ്ങനെയാണ്. അതിനവർ കാരണം പറയും, ഇങ്ങനെ സുജൂദ് ചെയ്തപ്പോഴാണ് അള്ളാഹ് എന്ത് ചെയ്തു, ശിക്ഷ ഉയർത്തിക്കളഞ്ഞത്. വദാലിക്കത് കൗലുഹു തആല, അള്ളാഹിന്റെ കൗലാണ്, വറഫഅനാ ഫൗഖകുമു തൂറ, നാം അവരുടെ മേൽ പർവ്വതത്തെ, തൂർ പർവ്വതത്തെ നാം എന്ത് ചെയ്തു, ഉയർത്തി എന്ന് പറഞ്ഞത്. വഖാൽ ഹസൻ എന്നൊരു പറഞ്ഞു ഫി കൗലി ഖുദൂ മാ ആതൈനാകും ബിഖുവ എന്നല്ല പറഞ്ഞു, നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾക്ക് നാം നൽകിയതിനെ ശക്തിയായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യനി തൗറാത്താണ് ഉദ്ദേശം, നിങ്ങൾക്ക് നാം നൽകിയ തൗറാത്തിനെ നിങ്ങൾ സ്വീകരിക്കുക. വഖാല അബുല്ലാലി പറഞ്ഞു, റബീബുൻ അൻസ് പറഞ്ഞു, ബി ഖുവത്തെ ബി ത്വാഅത്തിൻ, ഇവിടെ അർത്ഥം ഖുവത്തിൻ്റെ അർത്ഥം ത്വാഅത്ത് വഴിപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുക. വഖാല മുജാഹിദ് ബി ഖുവത്തി ബി അമലി മാ ഫീഹി, ഖുവത്ത് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒന്നുകൊണ്ട് ജോലി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കാമെന്ന്. വഖാല ഖത്താദ പറഞ്ഞു, ഖുദൂ മാ ആതൈനാകും ബി ഖുവത്തിൻ, നാം നിങ്ങൾക്ക് നൽകിയതിന് നിങ്ങൾ ഖുവത്തോടുകൂടി സ്വീകരിക്കുക, അയിൽ ജിദ്ദു പരിശ്രമത്തോടുകൂടി, വൈല്ല ഖദഫ്തുഹു അലൈക്കും, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ മേൽ നാം ആ പർവ്വതത്തെ നിങ്ങളുടെ മേൽ ഇടും എന്ന് പറഞ്ഞു. 9 ദഫൻതുഹു, ഖാല ഫഖറു ബിദാലിക, അപ്പോൾ അവർ അതിനെ അംഗീകരിച്ചു. അന്നഹും യഖുദു മാ ഊതു ബി ഖുവത്തിൻ, അവർ യഖുദു എന്താ, അവർ പിടിച്ചു, മാ ഊതു അവർക്ക് നൽകപ്പെട്ടതിനെ, ബി ഖുവത്തോടുകൂടി, അതിനെ അംഗീകരിച്ചു വെച്ചാൽ അവർ ഖുവത്തോടുകൂടി അതിനെ സ്വീകരിച്ചു. മാനാ കൗലി വൈല്ല ഫ ഖദഫ്തുഹു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അല്ലെങ്കിൽ അതായത് അലൈക്കും, ഐ അസ്ഖതഹു അലൈക്കും, അസ്ഖത്തു അലി ഞാൻ അതിനെ നിങ്ങളുടെ മേൽ ഇടും, അതിന് ജബല പർവ്വതത്തെ ഇടുമെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥമാണല്ലോ, അബുല്ലാലി പറഞ്ഞതാണ്. വഖാല അബുല്ലാലി റബി പറഞ്ഞു, അബുൽ ആലിയും റബി എന്നവരും പറഞ്ഞു, വദ്കുറു മാഫി അതിലുള്ളതിനെ നിങ്ങൾ ഓർക്കുക, ഐ യഖൂലു ഉഖ്റഉ മാഫിൽ തൗറാത്തി വഅമലു ബിഹി, തൗറാത്തിലുള്ളതിനെ നിങ്ങൾ ഓതുകയും അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ്. വഖൗലു തആല, അല്ലാഹുവിൻ്റെ കൗല്, സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക, പിന്നെ അതിനുശേഷം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. യഖൂലു തആല, അല്ലാഹു പറയാണ്, സുമ്മ ബഅദ ഹാദൽ മീസാഖിൽ മുഅഖദിൽ അലീമി, ഈ ശക്തിയായ ഈ കരാറിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, തിരിഞ്ഞു കളഞ്ഞു. ആ ഉറപ്പിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു അതിനെ തൊട്ട്. വൻസനൈത്തും വനഖൽത്തുമൂഹു, നിങ്ങൾ അതിനെന്ത് ചെയ്തു, അതിനെ പൊളിച്ചു. ഫലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തു, അള്ളാഹുവിൻ്റെ ഫളിൽ ദയയും അവൻ്റെ കാരുണ്യവും, ഐ തൗബത്തുഹു അലൈക്കും നിങ്ങളുടെ മേൽ അവൻ്റെ തൗബ ഇല്ലായിരുന്നുവെങ്കിൽ, വൈർസാലുഹു നബീന നബിമാരെ അയക്കലും, വൽ മുർസലീന ഇലൈക്കും നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവരും ഇല്ലായിരുന്നുവെങ്കിൽ, നബിമാരെയും മുർസലീങ്ങളെയും, വൈർസാലുഹു നബീന വൽ മുർസലീന ഇലൈക്കും നിങ്ങളിലേക്ക് മുർസലീങ്ങളെ അയക്കലും നബിമാരെയും മുർസലീങ്ങളെ അയക്കലും ഇല്ലായിരുന്നുവെങ്കിൽ, ലകുൻതു മിനൽ ഖാസിരീൻ നിങ്ങൾ എന്താകുമായിരുന്നു, നിങ്ങൾ പരാജിതരാകുമായിരുന്നു. ബിനഖ്ലിക്കും നിങ്ങളുടെ കരാറ് പൊളിക്കൽ കൊണ്ട്, ദാലിക്കൽ മീസാഖ് ആ മീസാഖിനെ, ഫി ദുനിയാ വൽ ആഖിറത്ത് ആഖിറത്തിലും ദുനിയാവിലും ഈ ലോകത്തും പരലോകത്തും നിങ്ങൾ പരാജിതരാകുമായിരുന്നു എന്ന്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.